ഈ കർമ്മ അത് റിയൽ ആണോ? ഞാൻ എന്റെ ലൈഫിൽ നിന്ന് ഒരു കുട്ടി സ്റ്റോറി പറയാം കേട്ടോ. എനിക്ക് ഡ്യൂട്ടിക്ക് സമയം എന്നാലും അതിന് മുമ്പ് ഒരു കുട്ടി സ്റ്റോറി പറഞ്ഞിട്ട് പോകാം കേട്ടോ. എനിക്ക് UK NHS ജോബ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് NHS ജോലി കിട്ടി. ഞാൻ വർക്ക് ചെയ്ത വാർഡിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യനായിട്ട്, ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരായിരുന്നു. ആ സമയം ഞാൻ ഡേ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി കേട്ടോ. എനിക്ക് അവരെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവരെല്ലാം നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരും എന്നെ നല്ല ഫ്രണ്ടായിട്ടായിരിക്കും കാണുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വിന്റർ വാർഡ് എന്ന് പറഞ്ഞാൽ വേറൊരു വാർഡ് ഓപ്പൺ ആയി. ആ വാർഡിൽ ഹെവി ആയതുകൊണ്ട്, ജോബ് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റാഫിനും അവിടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ മേട്രൻ ഓരോരോ സ്റ്റാഫിനെ ആ വാർഡിലോട്ട് വിടാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ സ്റ്റാഫുകളെല്ലാം തീരുമാനിച്ചിട്ട് അതിൽ ഒരു സ്റ്റാഫിനെ പിക്ക് ചെയ്യും, അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വാർഡിൽ നിന്ന് എനിക്ക് ആ വാർഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഈ ഒരു കാര്യം മാട്രൺ വന്ന് പറഞ്ഞ ഉടനെ അവരെല്ലാവരും ഒട്ടും സമയം കളയാതെ തന്നെ അവരെല്ലാവരും എൻ്റെ പേര് പിക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര എനിക്ക് ആ വാർഡിൽ പോകുന്നത് കൊണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വിഷമമായത്. ഒരു സെക്കൻഡ് പോലും കൊടുക്കാതെ എൻ്റെ പേര് അവർ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി. എന്നോട് പോലും ഒരു പെർമിഷൻ ചോദിക്കാതെ, അല്ലെങ്കിൽ ഒന്ന് ഇത്രയും നാൾ ഞാൻ ഫ്രണ്ട്ലി ആയി, ഒരു വർഷത്തോളം ഞാൻ അവരോട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ട് എന്നോടൊന്ന് ചോദിക്കാതെ എൻ്റെ പേര് പറഞ്ഞല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്ക് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞാൽ ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം ഞാൻ എന്നിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ അവിടെ ജോബ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആദ്യം കുറച്ച് 2 വീക്സോളം എനിക്ക് കുറച്ച്, കാരണം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു മുമ്പത്തെ വാർഡ്. അപ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് കംഫർട്ടബിൾ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഓക്കെ ആയാലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു 2 വീക്സ് കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആ വാർഡിലെ മാനേജ്മെന്റ് എല്ലാം മാറി, സ്റ്റാഫ് എല്ലാം മാറി വന്നപ്പോൾ 2 മലയാളീസ് ഒക്കെ വന്നു. എനിക്ക് അവരുമായിട്ട് ഞാൻ പോലും അറിയാണ്ട് അവരുമായിട്ട് മുമ്പത്തെ വാർഡിനേക്കായും നല്ല സ്റ്റാഫൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയി. മാനേജ്മെന്റ് ആണെങ്കിലും മാനേജർ ആണെങ്കിലും മേറ്റർ ആണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയി, ഭയങ്കര ഹെൽപ്ഫുൾ ആയി കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വാർഡിനേക്കായി ഞാനെല്ലാം പഴയ വാർഡിനെ കുറിച്ച് ഞാൻ മറന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു എൻ്റെ പഴയ വാർഡ് ക്ലോസ് ആയി. എന്നിട്ട് ആ വാർഡിൽ എല്ലാവരെയും ഓരോരോ വാർഡിൽ അവർക്ക് പോലും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഓരോരോ ഭയങ്കര ഹെവി ആയിട്ടുള്ള ജോലിയുള്ള സ്ഥലങ്ങളിലോട്ട് അവരെ വിട്ടു. അതായത് ഒരു ദിവസം ഒരു വാർഡിലാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത വാർഡ്, അങ്ങനെ ഓരോ ദിവസം ഓരോരോ വാർഡിൽ. അപ്പം പിന്നെ ഞാൻ ഒരിക്കൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വാർഡിൽ വരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ഈ വാർഡിൽ വരാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തിട്ടു, പക്ഷെ കിട്ടിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ സന്തോഷിക്കില്ല. എൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവരെന്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം വന്നു. ആ ഒരു വിഷമം ഞാനൊന്നും പ്രതികരിച്ചൊന്നുമില്ല. എൻ്റെ ഒരു വിഷമം ഞാൻ മറന്നു. പക്ഷേ അവിടെ നമ്മളെ വിഷമിപ്പിച്ചത് ദൈവം അവിടെ മറന്നില്ല. ഞാനൊരു ചെറിയൊരു കുട്ടി സ്റ്റോറി എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് പറയട്ടെ. ഇതൊരു വലിയൊരു സ്റ്റോറിയൊന്നും അല്ല. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കാം നമ്മൾ ചെറിയ ആരെങ്കിലുമൊക്കെ വിഷമിപ്പിക്കും, നമ്മൾ പോലും വിചാരിക്കത്തില്ല അതിന് തിരിച്ചടി നമുക്ക് കിട്ടുമെന്ന്. അതാണ് കർമ്മ. നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. അത് നമുക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. ഒരാളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാരണം ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, ആ ഒരു ദിവസം നിങ്ങൾക്കും വരും.